പാർട്ട് 1. ആരാടോ ആൾ? അവിടെ ഇരിപ്പുണ്ട് സാർ. അതൊരു കൊച്ചു കുട്ടിയാണെന്ന് തോന്നുന്നു. കോൺസ്റ്റബിൾ പറയുന്നത് കേട്ട് ഇൻസ്പെക്ടർ ഒന്ന് ഞെട്ടിപ്പോയി. മുകളിൽ നിന്നുള്ള വിളിയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ആകെ തരിച്ചുപോയി. അത്രയും ക്രൂരമായ കൊലപാതകം എന്നാണ് ഇൻഫർമേഷൻ. ഇൻസ്പെക്ടർ വിമൽ അപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറി. ഒരറ്റത്ത് കാൽമുട്ടിലേക്ക് മുഖം മുട്ടിയിരിക്കുന്നൊരു പെൺകുട്ടി. അവൾക്ക് തൊട്ടടുത്തായി രക്തത്തിൽ വാർന്നു കിടക്കുന്നൊരുവൻ. പോലീസ് ഫുൾ ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ് ആ ബോഡി. വിമൽ കോൺസ്റ്റബിളിനെ തിരിഞ്ഞു. ഡോ? യെസ് സാർ. ഫോട്ടോസ് എടുത്തില്ലേ? യെസ്. ഫോറൻസിക്കോ? അതും കഴിഞ്ഞു. വിമൽ ആ പെൺകുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മുഖം കുനിച്ചാണ് ഇരിക്കുന്നത്. കോൺസ്റ്റബിളിനെ വീണ്ടും അവൻ തിരിഞ്ഞു. ഡോ, വനിതാ പോലീസിനെ വിളിക്കടോ. പെട്ടെന്ന് തന്നെ വനിതാ കോൺസ്റ്റബിൾ വിമലിന് സല്യൂട്ട് ചെയ്തു. ആ കുട്ടിയെ ഒന്ന് ഹാൻഡിൽ ചെയ്തേക്ക്, വിമൽ ലേഡി കോൺസ്റ്റബിളിനോടായി പറഞ്ഞു. ലേഡി പോലീസ് പെട്ടെന്ന് തന്നെ കുട്ടിക്കടുത്തേക്ക് നടന്നു. കുട്ടി, എഴുന്നേൽക്കൂ. എന്താണ് സംഭവിച്ചത്? പക്ഷേ അവളിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. വിമൽ അവളെ വീണ്ടും ഒന്ന് നോക്കി. അടുത്ത് തന്നെ കത്തി കിടപ്പുണ്ട്. മുളകുപൊടി വാരി വിതറി കിടക്കുവാണ്. ദേഹത്തും കയ്യിലുമൊക്കെ ബ്ലഡാണ്. വിമൽ അപ്പോൾ തന്നെ അവന് വേണ്ടുന്ന തെളിവുകളൊക്കെയും ശേഖരിച്ചു. ലേഡി കോൺസ്റ്റബിൾ വീണ്ടും അവൾക്കടുത്തേക്ക് നടന്നു. കുട്ടി, എഴുന്നേൽക്കൂ. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. നീ ഞങ്ങളെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. എന്താണ് സംഭവിച്ചത്? അവളിൽ മറുപടിയില്ല. അവർ അല്പം ബലമായി തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാടിയ ചേമ്പിൻ തണ്ട് പോലൊരു പെൺകുട്ടി. വിമൽ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. കേൾക്കുന്നുണ്ടോ നീ ഞങ്ങൾ പറയുന്നത്? നീ ഒന്നും ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുത്. എന്തിനാണ് നീ അവനെ കൊന്നത്? ആ പെൺകുട്ടി മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെയൊക്കെയും ഒന്ന് നോക്കി. പിന്നെ മുന്നിൽ ചത്ത് മലർന്നു കിടക്കുന്നവനെയും. ആ നേരം അവളുടെ ചുണ്ടിൻ്റെ കോണിലൊരു പുച്ഛം വിടർന്നു. ആ പുച്ഛത്തിൽ നിന്നൊരു പുഞ്ചിരിയും. അത് കൃത്യമായി വിമലിൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അറസ്റ്റ് ഹെർ, വിമൽ ലേഡി കോൺസ്റ്റബിളിനോടായി പറഞ്ഞു. അപ്പോഴും അവളുടെ മിഴികൾ താഴെ കിടക്കുന്നവനിലാണ്. വല്ലാത്തൊരു നോട്ടം, പുച്ഛം കടിച്ചു പിടിച്ച നോട്ടം, ആത്മസംതൃപ്തി ഉള്ളൊരു നോട്ടം. വിമലും അവളെ പഠിച്ചു. വൈരാഗ്യം. അവൻ്റെ ചുണ്ടുകൾ വല്ലാതെ പിറുപിറുത്തു.